ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഈ ഒരു ബാഗിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു ഗൗണിൻ്റെ കൂടെയുള്ള ഒരു ബാഗ്സാണിത്. അത് നമ്മൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതുപോലൊരു സെയിം വർക്ക് വന്നപ്പോൾ ഈ ഒരു ബാഗിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഫ്രോക്കിനായിട്ട് എടുത്തിട്ടുള്ള ആ മെറ്റീരിയൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ നമ്മൾ 10 ഇഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 2 പീസസ് വെച്ചിട്ട് വേണം ആദ്യം നമ്മൾ നെറ്റിൻ്റെ ആ വർക്ക് ഉള്ള പീസ്, അതിന് ശേഷം ഒരു ലൈനിങ് പീസ്, അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗ്ലാസ് ഓർഗൻസ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ നല്ല വശമായിട്ടാണ് വെച്ചിട്ടുള്ളത്. കാരണം നമ്മൾ എന്നിട്ട് ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഈ ഗ്ലാസ് ഓർഗൻസ് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മുകൾ ഭാഗമായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു ഡോറി ഇട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു പീസ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു 2 പീസിലും നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് മടക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അതിൻ്റെ മുകളിലായിട്ട് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഈ ഒരു ലേസ് നമ്മൾ ആ ഒരു കേപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു കർവ് ഷേപ്പ് പോലെ അടിഭാഗത്ത് കൊടുത്തിട്ട് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളിതതിനെ ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ആ ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഡോറി സെറ്റ് ചെയ്തെടുക്കുന്നത്. എന്നാലാണ് നമുക്ക് തിന്നായിട്ടും കിട്ടാനും അതുപോലെ പെട്ടെന്ന് പുറത്തേക്ക് എടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ 2 ഡോറീസ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളത് ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് ഈ ഡോറി ആ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. ഇത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബാഗാണ്. പിന്നെ ഇതിന് നമുക്ക് ഒരു ഡോറി, ഇങ്ങനെ ഹാങ് ചെയ്യാനുള്ള ഒരു ഡോറിയും കൂടി വെച്ച് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഈ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ് എടുക്കുന്നത്. അത് നമ്മൾ നോർമലി പണ്ട് സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കുമ്പോൾ വള്ളി അടിക്കാൻ വേണ്ടി പഠിക്കുമല്ലോ, അങ്ങനെ മടക്കി അടിക്കണം. അങ്ങനെ മടക്കി അടിച്ചാലും മതി, അല്ലെങ്കിൽ ഇതുപോലെ ഉള്ളിലൂടെ കുത്തി മറിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ നോർമലി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും നമ്മൾ സാധാരണ ഈ ഹാങ് ചെയ്ത് പറ്റുന്ന പോലെ നമ്മളതൊന്ന് അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് വെച്ചിട്ട് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതൊന്ന് പൊന്തി നിൽക്കാനായിട്ട് കുറച്ച് പേപ്പർ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തു. ഇത് 2 സൈഡും പിടിച്ച് വലിക്കുക. വേണമെങ്കിൽ നമുക്കിത് കെട്ടിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കെട്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടൊന്ന് വലിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പിന്നെ നമ്മൾ ഗീവ് അവേൻ്റെ കാര്യം ആരും മറക്കണ്ട. 5K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ കമൻസിൽ നിന്ന് ലോട്ട് ചെയ്തിട്ട് ഒരാളെ എടുക്കും. ആൾക്ക് നമ്മൾ പറഞ്ഞ 3 പീസ് സൽവാർ സെറ്റാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതിനുള്ള മെറ്റീരിയൽ എന്താണ് അവരുടെ ചോയ്സിനനുസരിച്ചിട്ട് നമ്മളത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ് നമ്മളുടെ പുതിയ വർക്ക്. ഇത് ഗ്ലാസ് ഓർഗൻസയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ബ്ലാക്ക് സാറ്റിൻ്റെ ഫാബ്രിക്കായിരുന്നു. അപ്പോൾ അതുപോലുള്ള കസ്റ്റമൈസേഷനായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.